കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ ഗോപാലിനോട് പറയണേ, ഗോപാലമാമ നമുക്ക് കുറച്ച് ദൂരെ എങ്ങോട്ടെങ്കിലും ലോട്ടറിക്കാൻ പോകാമല്ലോ. നവീൻ്റെ മുമ്പിൽ ഇനി ചെന്നുകൂടാൻ എനിക്ക് വയ്യാം. അന്നേരം ഗോപാലൻ പറയണേ, അങ്ങനെയാണെങ്കിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാം. അതെവിടെയാ? മറ്റെവിടെയല്ല, ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഒരു നാഗക്ഷേത്രമുണ്ട്. അവിടെ ഇന്ന് ഉത്സവം നടക്കുന്നുണ്ട്. ജഞ്ജയ നാഗക്ഷേത്രം എന്നാ അതിൻ്റെ പേര്. അവിടെ ആ ക്ഷേത്ര പരിസരത്താകുമ്പോൾ കുറച്ചധികം ആൾ കൂടുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് നമ്മുടെ കച്ചവടം നടക്കും. മോൾക്ക് അവിടുത്തെ പൂജകൾ കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യാം. മോൾക്കും നാഗദേവങ്ങളെന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമാണല്ലോ. അതുകൊള്ളാം, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അല്ല ഗോപാലമാമ, നവീനെങ്ങാനും ഇനി അങ്ങോട്ടേക്ക് വരുമോ? അതിനൊരു ചാൻസും ഇല്ല. സിറ്റിയിൽ നിന്ന് 10-15 കിലോമീറ്റർ ഉള്ളിലേക്കല്ലേ ആ ക്ഷേത്രം. അങ്ങോട്ടേക്ക് നവീന് വരേണ്ട ഒരു കാര്യമില്ലല്ലോ. മോള് ധൈര്യമായിട്ട് വാ. അങ്ങനെ ഗോപാലൻ കൃഷ്ണയും കൂട്ടി ജഞ്ജയ നാഗക്ഷേത്രത്തിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗാഥ നവീനോട് അവിടെ കീർത്തിയും നിർമ്മലയും തമ്മിൽ ചേർന്ന് തന്നെ ഉപദ്രവിക്കുകയാണെന്നും അവരോരോ കാര്യങ്ങളുണ്ടാക്കി തന്നെ വെറുതെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഓരോ സാഹചര്യങ്ങൾ ഒരുക്കുവാണെന്നും തനിക്കൊരു സമാധാനം ഇല്ല എന്നൊക്കെ നവീനോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ നവീൻ, ഇപ്പം തന്നെ എന്നോട് കാണിക്കുന്നത്. ഇത്രയും നാൾ അവരെന്തൊക്കെ എന്നോട് കാണിച്ചു കൂട്ടിയത്. ഞാൻ ആൾമാറാട്ടക്കാരിയാണെന്ന് പറഞ്ഞു, കള്ളിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാൻ നോക്കുക അമ്മയും മകളും കൂടി. രണ്ടുപേരും ചേർന്ന് എനിക്ക് സമാധാനം തരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ മടുത്തു. എങ്ങനെയാണ് ഞാൻ ഇനിയും വീട്ടിൽ മുമ്പോട്ട് ജീവിക്കുന്നത്? ഇനിയും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നവീൻ, മമ്മിയോട് പറഞ്ഞ് നമുക്ക് മമ്മിയുടെ ഒപ്പം അവിടെ താമസിക്കാം. എനിക്കിനി ഇവിടെ ഒരു നിമിഷം പോലും താമസിക്കാൻ പറ്റില്ല. അന്നേരം നവീൻ പറയണേ, ഗാഥ താൻ എന്തൊക്കെയാണ് പറയുന്നത്? തന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, എനിക്കൊരിക്കലും എൻ്റെ കുടുംബത്തിൽ നിന്ന് എങ്ങോട്ടും മാറി നിൽക്കാൻ പറ്റില്ലെന്ന്. ഇവിടെ അമ്മയും അച്ഛനും മുത്തശ്ശിയൊക്കെ നമ്മൾ എത്രയധികം സ്നേഹിക്കുന്നതെന്ന് താനും കാണുന്നില്ലേ? എനിക്കൊരിക്കലും അവരെ വിട്ട് അവരുടെ സ്നേഹം വലിച്ചെറിഞ്ഞ് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പറ്റില്ല ഗാഥ. അത് ഞാൻ തന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വ്രതം കൊടുക്കുന്ന സമയത്ത് താൻ എങ്ങനെയായിരുന്നു ഇതുപോലെയുള്ള പ്രശ്നമൊക്കെ വരുമ്പോൾ താൻ ഇത്ര കൂളായിട്ടും പക്വതയോട് കൂടിയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ചില കാര്യങ്ങളെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഇളയമ്മയുടെ സ്വഭാവം കീർത്തിയുടെ സ്വഭാവമൊന്നും നമ്മളെ വിചാരിച്ചാൽ മാറ്റാനോ അവരെ കൊണ്ട് മാറി ചിന്തിപ്പിക്കാനോ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവരെ അധികം മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെച്ച് മുമ്പോട്ട് പോയാൽ മതി. മുമ്പ് താൻ അങ്ങനെ ഇരുന്നല്ലോ, അതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അന്നേരം ഗാഥ പറയണേ, എപ്പോഴും എല്ലാ കാലത്തും ഒരു മനുഷ്യന് ഒരേപോലെ അതിനെ പെരുമാറാൻ പറ്റുമോ? ഇനി ഇതുപോലെ അവരോരോന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണം എന്നാണ് നവീൻ പറയുന്നത്. അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോയാൽ ഞാൻ കുടുംബത്തിന് ചേരാത്തവള്, മോശക്കാരി, അങ്ങനെയാണ് ഇവിടെയുള്ളവരെന്നെ കാണുന്നത്. അതെല്ലാം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കണോ? വല്ലാത്തൊരു ശ്വാസമുണ്ടല്ല ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ. അങ്ങനെ അവരുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ടായിരിക്കും കേട്ടോ നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. മോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ നിന്ന് മാറി താമസിക്കാനോ? അതിന് ഞാൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല. നിർമ്മലയും കീർത്തി ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. ഇനിയും അവർ ഇതുപോലെ മോൾ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുകയോ മോളെ കളിയാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. തൽക്കാലം ഇവിടെ നിന്ന് മാറി ചിന്തിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത മോളുടെ മനസ്സിൽ നിന്ന് മോൾ ഉപേക്ഷിക്കണം. അന്നേരം നവീനച്ഛനോട് പറയണേ, അച്ഛാ ഇങ്ങനെയാക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളല്ലേ ഇങ്ങനെ ഒരു മനസ്സിലേക്ക് ഗാഥയെ കൊണ്ടെത്തിച്ചത്. സത്യം പറഞ്ഞാൽ അച്ഛനും മുത്തശ്ശിയും തന്നെയാണ്. നിങ്ങളല്ലേ കുടുംബത്തിലെ സർപ്പശാപവും മറ്റു കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഗാഥയെ കൊണ്ട് ഓരോ വേഷങ്ങൾ കെട്ടിച്ചത്. അതെല്ലാം ഗാഥയാകെ തളർത്തി കളഞ്ഞത്. സർപ്പശാപത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഗാഥയെ അറിയിക്കാതിരുന്നെങ്കിലോ എത്ര കൂളായിട്ട് നടന്നിരുന്ന എൻ്റെ ഗാഥ, എത്ര മോഡേണായിട്ട് ചിന്തിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ കണ്ടില്ലേ നാഗങ്ങളെന്ന് പറയുമ്പോൾ വല്ലാതെ പേടിച്ചിരിക്കുന്നത്. അന്നേരം നവീൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നന്ദന് സങ്കടമാകുവാണ്. നന്ദൻ പറയണേ, നവീൻ, നിൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അച്ഛനും മുത്തശ്ശിയാണെന്നാണോ നീ പറയുന്നത്? അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായി ഞങ്ങൾക്കിടയിൽ സമാധാനത്തോടെ ഇതുവരെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം കുറേ നാൾ വ്രതവും പൂജ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇളയമുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ. സത്യം പറഞ്ഞാൽ സമാധാനം കിട്ടിയിട്ടില്ല. ഗാഥക്കൊപ്പം ചേർന്ന് നവീനും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നന്ദനാകെ തളർന്നു പോകുവാണ് കേട്ടോ. ഈ സമയം സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ രണ്ടാളും ചേർന്ന്? അന്നേരം നവീനാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗാഥയും പോകുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അന്നേരം നന്ദനോട് സുമിത്ര ചോദിക്കണേ, എന്തു പറ്റി നന്ദേട്ടാ? എന്താ നിങ്ങൾ രണ്ടാളും വഴക്കിട്ടോ? അങ്ങനെയൊന്നുമില്ല സുമിത്രേ. ഞാനിങ്ങോട്ട് വന്നപ്പോൾ നവീനും ഗാഥമോളും കൂടി ഒരു കാര്യം ചർച്ച ചെയ്യുമായിരുന്നു, ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതിനെക്കുറിച്ച്. ഈശ്വര, അങ്ങനെ അവർ പറഞ്ഞോ? നവീൻ അതിനെ അനുകൂലിച്ചൊന്നുമില്ല. എങ്കിലും കൂടെ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നവീനും മാറ്റി ചിന്തിച്ചു എന്ന് വരാം. ഇല്ല നന്ദേട്ടാ, അങ്ങനെ ഒരിക്കലും ഇല്ല.
നവീൻ നമ്മുടെ കുട്ടിയല്ലേ. നവീൻ ഒരിക്കലും നമ്മളെന്നും വിട്ട് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ പറ്റില്ല. അവൻ എനിക്കറിയാം. അന്നേരം നന്ദൻ പറയണേ, അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണെന്നാണ് അവൻ പറയുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ അത് സത്യവുമാണല്ലോ. അവൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ ആ വാക്കുകളിൽ തെളിഞ്ഞത് ആ കാര്യമായിരുന്നു. അന്നേരം സുമിത്ര നന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നന്നിട്ട് വിഷമിക്കാതിരിക്കുക, അവനോട് ഞാൻ സംസാരിക്കാം. അവൻ ആ നേരത്തെ സങ്കടത്തിലും വിഷമത്തിലും അറിയാതെ പറഞ്ഞതായിരിക്കും. അവന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടും. അന്നേരം അവൻ നിന്നെ അച്ഛൻ്റെ അരികിലേക്ക് ഓടി വരും. ഈ സമയം നന്ദൻ പറയണേ, അവൻ ഇനി എന്നോട് വന്ന് മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അവനത് ചുമ്മാ മനസ്സിൽ തട്ടി പറഞ്ഞില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവൻ്റെ മനസ്സിന് താൻ വിഷമമൊന്നും ഉണ്ടാക്കണ്ട. എന്തെങ്കിലും പറയേണ്ട കാര്യം പറയണമല്ലോ. നന്ദയുടെ സമാധാനത്തോടെ ഇരിക്കുക. അങ്ങനെ പറഞ്ഞ് സുമിത്ര നേരെ ചെല്ലുന്നത് നവീൻ്റെ ഗതിയുടെ അരികിലേക്കാണ് കേട്ടോ. ഈ സമയം സുമിത്ര നവീനോട് പറയണേ, നവീൻ, നീ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നന്ദേട്ടന് ആകെ വിഷമമായി. അമ്മേ, ഞാനങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചല്ല പറഞ്ഞത്. ഗാഥ എന്നോട് സങ്കടത്തോടെ ഓരോ കാര്യങ്ങളും അയാളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ ഒപ്പം ഞാൻ നിൽക്കണ്ടേ? അന്നേരം സുമിത്ര പറയണേ, നീ ഗാഥമോൾക്കൊപ്പം നിൽക്കണം, അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണം. ഇതൊക്കെ നിന്നോട് പറഞ്ഞത് ഞാൻ തന്നെയല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. അച്ഛനും മുത്തശ്ശിയൊക്കെ ഈ പൂജകളെ മറ്റു കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രം. അവരുടെ ഉള്ളിൽ എപ്പോഴും തങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെ ജീവിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാകരുത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവർ പഴയ ആൾക്കാരാണ്. അപ്പോൾ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ മുറുകെ പിടിച്ച് നിൽക്കുന്നവരുമാണ്. അതിനെ അതിൻ്റേതായ രീതി മാത്രം കണ്ടാൽ മതി. ഞാൻ ഇപ്പം തന്നെ അച്ഛനോട് സംസാരിക്കാമേ? അതൊന്നും വേണ്ട. അച്ഛൻ നിന്നെ മനസ്സിലാക്കാൻ പറ്റും. തൽക്കാലം നിങ്ങൾ രണ്ടാളും മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. അതിനുവേണ്ടി ഇങ്ങനെ റൂമിൽ തന്നെ അടച്ചിരിക്കുകയോ വീട്ടിൽ തന്നെ ഇരിക്കുകയോ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നീ ഗാഥമോളെയും കുട്ടി ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വാ. അതിനു മുമ്പ് ആദ്യം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണം. ഇവിടെ അടുത്ത് ഒരു നാഗക്ഷേത്രമുണ്ട്, ചെഞ്ചയ നാഗക്ഷേത്രം. കുറച്ച് ദൂരമുണ്ട്. അവിടെ ഇന്ന് ഉത്സവം നടക്കുവാണ്. നീ ഗാഥമോളെയും കൂട്ടി ആദ്യം ഒന്ന് അങ്ങോട്ട് ചെല്ല്. അവിടെ ചെന്ന് വഴിപാടൊക്കെ കഴിച്ച് ഗാഥമോളുടെ പേടിയൊക്കെ മാടാനെന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കറങ്ങാൻ പോയിക്കും. എന്താ അങ്ങനെ ചെയ്യില്ലേ? ശരിയമ്മേ, ഞങ്ങളിതാ ഇപ്പം തന്നെ ഇറങ്ങുക. ഇതാ കഥ, നമുക്ക് പോയാലോ? ശരി നവീൻ. അങ്ങനെ ഗാഥയും നവീനും പുറത്ത് ഔട്ടിങ്ങിന് പോകാനായിട്ട് റെഡിയാകുവാണ്. പിന്നീട് കാണിക്കുന്നത് ചെഞ്ചയ ക്ഷേത്രത്തിലെത്തിയ കൃഷ്ണയും ഗോപാലനും അവിടെ ലോട്ടറിയൊക്കെ വിറ്റ് അവിടെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും കൃഷ്ണയുടെ ഫോണിലേക്ക് നന്ദൻ വിളിക്കുന്നത്. നന്ദൻ്റെ ആ ഫോൺ കാണുന്നതും കൃഷ്ണ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അന്നേരം നന്ദൻ 2-3 തവണ വീണ്ടും വിളിക്കുവാണ് കേട്ടോ. ഈ സമയം ഇത് കണ്ട ഗോപാലൻ കൃഷ്ണയുടെ അരികിലേക്ക് എത്തുക. എന്തു പറ്റി മോളെ? ആരായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കളരിക്കലെന്ന നവീൻ്റെ അച്ഛൻ ആണോ? എന്നിട്ടെന്താ മോള് ഫോൺ എടുക്കാത്തത്? എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് തിരികെ ചെല്ലണം. മുത്തശ്ശി പറഞ്ഞ അതേ ആവശ്യം തന്നെ പറയാനായിരിക്കും അച്ഛനും വിളിക്കുന്നത്. എന്നാൽ പിന്നെ മോൾക്ക് ഫോൺ എടുത്തിട്ട് നവീൻ്റെ ഭാര്യയായിട്ട് വരാൻ സമ്മതമാണെന്ന് പറഞ്ഞുകൂടെ? എന്തിന്? അതൊരിക്കലും ഞാൻ പറയില്ല. ഞാൻ കാരണം കാതിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരാൻ പാടില്ല. അവളെൻ്റെ സഹോദരിയാണ്. അവളുടെ നല്ലത് മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. അന്നേരം ഗോപാലൻ പറയണേ, മോളുടെ അമ്മ തങ്കത്തിൻ്റെ സ്വഭാവം ഇതാ. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് മാത്രം ഓർക്കുകയുള്ളൂ. അവർക്ക് ദോഷമൊന്നും വരരുത് വിചാരിക്കും. ബാക്കി നാട്ടുകാർ മുഴുവൻ നിങ്ങളോട് എന്ത് ചെയ്താലും എന്ത് ദ്രോഹം കാണിച്ചാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നാൽ ജീവിക്കാൻ പറ്റില്ല മോളെ. അന്നേരം കൃഷ്ണ പറയണേ, ഗോപാലമ്മ പറഞ്ഞത് ശരിയാ. ഞാനും എൻ്റെ അമ്മയും അങ്ങനെയുള്ള സ്വഭാവക്കാരാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ല. ഈ സമയം നന്ദൻ വീണ്ടും വിളിക്കുക. എന്താ കൃഷ്ണ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അന്നേരം നന്ദൻ ആലോചിക്കണേ, എന്താ കൃഷ്ണമോളെ ഫോൺ എടുക്കാത്തത്? എടുത്തിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കൃഷ്ണമോളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തായിരുന്നു. ഇങ്ങോട്ടേക്ക് വരാൻ മോളെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം. തൽക്കാലം ഗോപാലനൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ ഗോപാലിൻ്റെ ഫോണിലേക്കും വിളിക്കുവാണ് കേട്ടോ. അത് കാണുന്നതും കൃഷ്ണ പറയണേ, ഗോപാലമാമ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും വിളിക്കുന്നത്. ഫോൺ എടുക്കണ്ട. ഞാനുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഗോപാലമാമ അവിടുത്തെ ഫോണൊന്നും എടുക്കണ്ട. അവരോട് ഇനി ഒരു ബന്ധവും വേണ്ട. ഇനി ഒരിക്കലും എനിക്ക് അങ്ങോട്ടേക്ക് ഒരു തിരിച്ചു പോക്കും ഉണ്ടാവില്ല. അങ്ങനെ ഗോപാലന് ഫോൺ എടുക്കാത്ത കാണുമ്പോൾ നന്ദനാക്ക് നിരാശയിലാകുവാണ്. എന്തു പറ്റി? ഇനി എന്തെങ്കിലും തിരക്കിലായിരിക്കുമോ? എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിളിച്ചു നോക്കാം. പിന്നീട് കാണിക്കുന്നത് കാറിന് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തുന്ന നവീനെയും ഗാഥേനെയാണ് കേട്ടോ. അങ്ങനെ നവീൻ കാർ അവിടെ നിർത്തുവാണ്. ഈ സമയം പെട്ടെന്ന് മുമ്പോട്ട് നോക്കുന്ന ഗാഥ കാണുന്നത് അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയും ഗോപാലനെയുമാണ് കേട്ടോ. ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി നവീൻ അവരെ കാണാതിരിക്കാനായിട്ട് ഗാഥ നവീൻ്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുക. നവീൻ, ദേ അങ്ങോട്ട് നോക്കിയേ, ആ ബിൽഡിങ് കാണാൻ നല്ല രസമുണ്ടല്ലേ? അന്നേരം നവീൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് വരണേ, അതൊക്കെ ഓരോരുടെ കാഴ്ചപ്പാടിൻ്റെ അല്ലേ ഗാഥ? എനിക്കെന്തോ അതത്ര വലിയ നല്ലതായിട്ട് തോന്നിയില്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബിൽഡറല്ലേ, അതിൽ അത്ര വലിയ സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല.
ഈ സമയം ഗാഥയാണെങ്കിൽ കൃഷ്ണ അവിടെ നിന്ന് പോയോ എന്ന് ടെൻഷനോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം കൃഷ്ണയും ഗോപാലനും കൂടി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഗാഥയൊക്കെ സമാധാനമാകുക. അതെന്തേലും ആവട്ടെ നവീൻ, എനിക്കെന്തോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒട്ടും അങ്ങ് ഇഷ്ടമില്ല. നമുക്ക് തിരിച്ചു പോയാലോ? എടോ എന്താടോ തായി പറയുന്നത്? അമ്മ നമ്മളോട് അമ്പലത്തിൽ കയറി വഴിപാട് കഴിക്കാൻ പറഞ്ഞതല്ലേ? എന്താണെങ്കിലും ഇവിടെ അവർ വരികയും ചെയ്തു. ഞാൻ ഇറങ്ങ്. നവീൻ, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് എനിക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്നേരം നവീൻ പറയണേ, എടോ ചില സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. എല്ലായിടത്തും നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കണമെന്നില്ലല്ലോ. താൻ ഇറങ്ങ്. അങ്ങനെ നവീൻ നിർബന്ധിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ ഗാതകം കൂടെ ഇറങ്ങേണ്ടി വരുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൻ്റെ അകത്തൊക്കെ നല്ലപോലെ ലോട്ടറി വിൽക്കാൻ പറ്റുവാണ്ടോ. ഈ സമയം കൃഷ്ണ പറയണേ, ഇവിടെ വന്നിട്ട് നല്ലപോലെ കച്ചവടം നടക്കുന്നുണ്ടല്ലേ? അല്ലേ ഗോപാലമാമ, നമ്മുടെ കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റൊക്കെ തീരാറായി. അതെ, നമ്മളെപ്പോലുള്ളവർക്ക് ഇതുപോലുള്ള ചില ദിവസങ്ങളായിരിക്കുമല്ലോ ഭാഗ്യം കിട്ടുന്നത്. അല്ല ഗോപാലമാമ, നമ്മുടെ കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റൊക്കെ തീർന്നത് എന്ത് ചെയ്യും? മോള് വിഷമിക്കണ്ട, ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോൾസെയിൽ കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങാമെന്നേ. അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ അമ്പലത്തിൽ തൊഴാൻ വന്നൊരു സ്ത്രീ അവിടെ തലറിഞ്ഞു വീഴുന്നത് കാണുന്നത്. അതുകൊണ്ട് കൃഷ്ണയാണെങ്കിൽ അയ്യോ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് അവരുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അവരവിടെ പിടിച്ചിരുത്തുവാണ്. എന്നിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി അവർക്ക് കൊടുക്കുക. ഈ സമയം ആ സ്ത്രീ പറയണേ, നന്ദിയുണ്ട് മോളെ. ഇളം വെയിലൊക്കെ അടിച്ചിട്ട് ശരീരമൊക്കെ തളരുന്ന പോലെ തോന്നി. മാത്രമല്ല ഭക്ഷണം കഴിച്ചില്ലായിരുന്നു, അതാ പെട്ടെന്ന് അങ്ങ് തലയിറങ്ങി വീണത്. രാവിലെ നേരത്തെ ഇറങ്ങിയതാ പൂജയ്ക്ക് വേണ്ടിയിട്ട്. എത്രയൊക്കെ വയ്യാതായാലും എൻ്റെ പൂജകളും പ്രാർത്ഥനകളൊന്നും ഒരിക്കലും ഞാൻ മുടക്കാറില്ല. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ ചെയ്യും. ഒരു തളർച്ച വന്നാലെന്താ, കൃത്യസമയത്ത് ഓടി വന്ന് എന്നെ സഹായിക്കാൻ മോളുണ്ടായല്ലോ. മോൾ എന്ത് ചെയ്യുക? ഞങ്ങളിവിടെ ലോട്ടറി വിൽക്കുമായിരുന്നു. ആണോ? എന്നാൽ ഒരു ലോട്ടറി ടിക്കറ്റ് ചേച്ചിക്കും കൊടുത്താ? അയ്യോ, ഞാൻ കച്ചവടത്തിന് വേണ്ടിയല്ല ചേച്ചിയെ സഹായിച്ചത്. ഞാൻ അങ്ങനെ ഓർത്ത് പറഞ്ഞതല്ലല്ലോ. മോളെപ്പോലെ ഇത്ര നല്ലൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യം എപ്പോഴാണ് വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. മോളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഈ ലോട്ടറിയിലൂടെ ചിലപ്പോൾ ഭാഗ്യം വന്നാലോ. അങ്ങനെ ആ വാക്കുകൾ കേട്ട് സന്തോഷിച്ചിരിക്കുന്ന കൃഷ്ണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്